അമിതഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഓട്ടം മൂലം മേപ്പാടം എളനാട് റോഡ് തകർച്ചയുടെ വക്കിൽ. ചേലക്കര ഭാഗത്തെ ക്വാറികളിൽ നിന്ന് കല്ലും മണലുമായി പായുന്ന ലോറികളാണ് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നത്. പങ്ങാരപ്പിള്ളിക്കും എളനാടിനുമിടയിൽ 7 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 8 അപകടകരമായ രീതിയിൽ റോഡിടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. മറ്റു പല ഇടങ്ങളിലും റോഡ് വിണ്ടുകീറി താഴ്ന്ന നിലയിലാണ്. പനംകുറ്റി പൂളച്ചുവട് പാലത്തിനു സമീപം കളപ്പാറ, കാളിയാർ റോഡ്, തൃക്കണായ എന്നിവിടങ്ങളിലെ റോഡിലെ ഗർത്തം അപകടാവസ്ഥയിലാണ്. ഇതിലകപ്പെട്ട് ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. BMBC നിലവാരത്തിലാണ് മേപ്പാടം എളനാട് റോഡ് നിർമ്മിച്ചതെങ്കിലും പേരിൽ മാത്രമാണ് നിലവാരമെന്നാണ് ഉയരുന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ പിഴവുകൾ പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡമനുസരിച്ച് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, ചേലക്കര. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അപ്പീൽ നൽകാനുള്ള DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറക്കുമ്പോൾ അപ്പീൽ നൽകാനാണ് തീരുമാനം. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. എന്നാൽ കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ കോടതി വെറുതെ വിട്ടിരുന്നു.